ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓക്കെ, മല്ലിയുടെ അച്ഛനമ്മമാർ ആരൊക്കെയാണ്? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും ഞാനും ഒരുമിച്ച് വിഗ്രഹങ്ങളൊക്കെ വെക്കും. പ്രിയങ്ക കൊലക്കേസിലെ പ്രതി ചന്ദ്രശേഖരൻ ഹാജരാവേണ്ടതാണ്. കൺഗ്രാറ്റ്സ് മിസ്റ്റർ ചന്ദ്രശേഖരൻ. ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. എന്ത് നേട്ടം? ഇത് സത്യമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, കൊല്ലപ്പെട്ടത് പ്രിയങ്കയല്ലെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ സംശയിച്ചിരുന്നോ? എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. യെസ്, ആദ്യമേ തോന്നിയിരുന്നു. പക്ഷേ എന്നിട്ട് മൃതദേഹം പ്രിയങ്കയുടേതാണെന്ന രീതിയിൽ ഏറ്റുവാങ്ങാൻ വരുണിനെയും രാധികയും നിങ്ങൾ നിർബന്ധിച്ചു. വരുണിന്റെ വീട്ടുകാരോ പ്രിയങ്കയുടെ വീട്ടുകാരോ അറിയാതെ ശവസംസ്കാരത്തിന് കൂടെ നിന്നു. സത്യല്ലേ? അത് പോലീസുകാർ ഒരു കൺഫർമേഷൻ നടത്തിയപ്പോ എനിക്ക് അവരുടെ കൂടെ നിൽക്കേണ്ടി വന്നു. ഓക്കെ, നിങ്ങൾ ചുമതലപ്പെടുത്തിയ ആളുകൾ പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി എന്ന് കോടതിയിൽ സമ്മതിച്ചതാണ്. അതിപ്പോ നിങ്ങൾ മാറ്റി പറയുന്നുണ്ടോ? ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് കള്ളം. ആ ആളുകളുമായി ചന്ദ്രശേഖരൻ സംസാരിക്കുന്നതിന്റെ വീഡിയോ, ആ ദൃശ്യമെല്ലാം കോടതി വ്യക്തമായി കണ്ടതാണ്. അത് നിങ്ങൾ മറന്നുപോകരുത്. യുവർ ഓണർ, പഴയ തുരുമ്പിച്ച ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചന്ദ്രശേഖരനെ മാനസികമായി ബുദ്ധിമുട്ടിക്കാനാണ് ആരതി വർമ്മ ശ്രമിക്കുന്നത്. അത് തോൽവിയിൽ നിന്നുള്ള ക്ഷീണം മറയ്ക്കാനുള്ള വെറുമൊരു തന്ത്രം മാത്രമാണ്. എങ്കിൽ ചന്ദ്രശേഖരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഞാൻ അങ്ങയോട് ചോദിക്കാം. പ്രിയങ്ക മരിച്ചില്ല, അത് സത്യമാണ്. പക്ഷേ ഒരു പെൺകുട്ടി മരിച്ചല്ലോ. ഹു ഇസ് ദാറ്റ്? ആരാ പെൺകുട്ടി? ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സംസ്കരിക്കപ്പെട്ട ആ മൃതദേഹം ആരുടേതായിരുന്നു? ഉത്തരം പറയാൻ അങ്ങേക്ക് കഴിയോ? യുവർ ഓണർ, കൊല്ലപ്പെട്ട പെൺകുട്ടി പ്രിയങ്കയായാലും മറ്റാരായാലും അതൊരു ക്രൈം തന്നെയാണ്. ഒരു പെൺകുട്ടിയെ ചുട്ടെരിച്ചു കൊന്നു എന്ന കേസ് നമ്മുടെ കൺമുന്നിൽ നിലനിൽക്കുകയാണ്. അത് പൂർത്തിയാക്കിയിട്ട് വേണ്ടേ ചന്ദ്രശേഖരനും അതിനനുബന്ധമായി നിന്ന ആളുകളും നിരപരാധികളാണെന്ന് വ്യാഖ്യാനിക്കാൻ? കൂടുതൽ തെളിവെടുക്കുന്നതിന് വേണ്ടി കോടതി മുറിയിൽ പ്രത്യക്ഷപ്പെട്ട പ്രിയങ്കയെ ചോദ്യം ചെയ്യണം, അതിനനുവദിച്ചാലും. പ്രിയങ്കയെ വിളിക്കൂ. ആറ്റുശ്ശേരി ദേവനാരായൺ മകൾ പ്രിയങ്ക ഹാജരാവേണ്ടതാണ്.
പ്രിയങ്ക എന്നല്ലേ പേര്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കുട്ടിയുടെ പേര് പ്രിയങ്ക എന്നല്ലേ? അല്ല, മല്ലി. മല്ലിയോ? ഇവളെന്തൊക്കെയാ പറയുന്നേ? ഓക്കെ, മല്ലിയുടെ അച്ഛനമ്മമാർ ആരൊക്കെയാണ്? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും ഞാനും ഒരുമിച്ച് വിഗ്രഹങ്ങളൊക്കെ വെക്കും. മുത്തശ്ശി, ഇപ്പോ ഇവളെന്തൊക്കെയാ പറയുന്നേ? ഡോക്ടർ പറഞ്ഞില്ലേ മോനെ, കോടതിയിലെത്തുമ്പോ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോ അവളും വീണ്ടും പഴയതുപോലെ ആയി പോകുമെന്ന്. അങ്ങനെ എങ്ങാനും ആയിപ്പോയോ എന്റെ ഈശ്വര? മല്ലിക്ക് ഇവിടെ ഈ കോടതി മുറിയിൽ ഇരിക്കുന്ന ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് നോക്കിക്കേ. ഇല്ല. മല്ലിക്ക് നല്ല ക്ഷീണമുണ്ടല്ലേ? മല്ലി പോയി വിശ്രമിച്ചോളൂ. യുവർ ഓണർ, ഇപ്പോൾ എന്റെ മുന്നിൽ നിന്നിരുന്ന പെൺകുട്ടി പ്രിയങ്ക അല്ല എന്ന് വാദിക്കാൻ ഞാൻ തയ്യാറല്ല. അത് പ്രിയങ്ക തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ കേസിലെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരേണ്ടത് ഇപ്പോഴും ഓർമ്മയില്ലാതിരിക്കുന്ന പ്രിയങ്കയുടെ നാവിൽ നിന്ന് തന്നെയാണ്.